മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. കുവൈത്തിൽ നിന്നും മിഥുനെ അവസാനമായി കാണാൻ അമ്മയെത്തി. കൊല്ലത്ത് തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ അമ്മ സുജ നാട്ടിലെത്തി. രാവിലെ 9:30യോടെയാണ് സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. സുജിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ഇളയ മകനും അടുത്ത ബന്ധുക്കളുമാണ് പോയിരുന്നത്. വിമാനത്താവളത്തിന് പുറത്ത് വൈകാരിക നിമിഷങ്ങളായിരുന്നു നടന്നത്. പുറത്തിറങ്ങിയ സുജി ഇളയ മകനെ ചേർത്തു നിർത്തി പൊട്ടിക്കരഞ്ഞു. മിഥുന്റെ മൃതദേഹം രാവിലെ തേവലക്കര സ്കൂളിൽ എത്തിക്കുകയും തുടർന്ന് വീട്ടിലെത്തിച്ച് വൈകുന്നേരത്തോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. നിറക്കണ്ണുകളോടെയാണ് അവസാനമായി മിഥുനെ കാണാൻ സഹപാഠികൾ എത്തിയത്. മുഖ്യമന്ത്രി തിരിച്ചെത്തി. ആദ്യം പൊട്ടിത്തെറിച്ചത് സർവകലാശാല വിഷയത്തിൽ. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ CPM കൈവിടും. സർവകലാശാല പ്രതിസന്ധി മറികടക്കാൻ വൈസ് ചാൻസലറെ പിണക്കാതെയാകും കാര്യങ്ങൾ എടുക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകലാശാലകളിലെ പ്രശ്നങ്ങളിൽ ഖിന്നനാണ്. ഈ സാഹചര്യത്തിലാണ് ഒത്തുതീർപ്പ്. ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടേക്കും. രാജ്ഭവനുമായുള്ള ഏറ്റുമുട്ടൽ സർക്കാരിന് ഗുണം ചെയ്യില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയെത്തിയതോടെ SFIയുടെ അതിരുവിട്ട പ്രതിഷേധത്തിലടക്കം CPM നേതൃത്വത്തിന്റെ അതൃപ്തി അറിയിച്ചു. ഇതോടെ അനുനയ നീക്കങ്ങൾക്ക് വേഗം കൂടി. മന്ത്രി R ബിന്ദുവിനെ മുഖ്യമന്ത്രി നേരിട്ട് വിളിപ്പിച്ചു. അതിനുശേഷമാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമലുമായി ചർച്ച നടത്തിയത്. പിതാവിനെ കാറിനകത്ത് കെട്ടിയിട്ട് താജ്മഹൽ കാണാൻ പോയി മകനും കുടുംബവും. മുംബൈയിൽ നിന്ന് ആഗ്രയിലെത്തിയ കുടുംബമാണ് പക്ഷാഘാതം ബാധിച്ച 80 വയസ്സുള്ള വൃദ്ധനെ കാർ സീറ്റിൽ കെട്ടിയിട്ട് ജനാലകൾ അടച്ചിട്ട് പുറത്തേക്ക് പോയത്. മഹാരാഷ്ട്ര സ്വദേശിയായ സിദ്ധേശ്വർ ഡിണ്ടലെ കുടുംബത്തോടൊപ്പം താജ്മഹൽ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് പിതാവായ ഹരിയോം ഡിണ്ടലയെ കാറിനകത്ത് കെട്ടിയിട്ടത്. അസാധാരണമായ രീതിയിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ കിടക്കുന്നത് കണ്ട് സെക്യൂരിറ്റി ഗാർഡ് അടുത്തെത്തിയപ്പോഴാണ് കാറിനകത്ത് കൈയും കാലും കെട്ടിയ നിലയിൽ വൃദ്ധനെ അത്യാസന്ന നിലയിൽ കണ്ടത്. നല്ല വെയിലത്തായിരുന്നു കാർ പാർക്ക് ചെയ്തിരുന്നത്. ഇത് കണ്ട ഗാർഡ് മറ്റുള്ളവരെ വിളിച്ചു കൂട്ടുകയായിരുന്നു. MRI മെഷീൻ വലിച്ചെടുത്ത 61-കാരന് ദാരുണാന്ത്യം. MRI സ്കാനിംഗ് മുറിയിലേക്ക് അനുമതിയില്ലാതെ കയറിയ 61-കാരന് ദാരുണാന്ത്യം സംഭവിച്ചു. US-ലെ ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലുള്ള വെസ്റ്റ്ബറിലാണ് സംഭവം. ലോഹനിർമ്മിതമായ വലിയ മാല കഴുത്തിൽ ധരിച്ചുകൊണ്ടാണ് ഇയാൾ സ്കാനിംഗ് മുറിയിലേക്ക് അനുവാദമില്ലാതെ കയറിയത്. തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന MRI മെഷീൻ ഇയാളെ വലിച്ചെടുക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ചികിത്സയ്ക്കിടെ മരണം സംഭവിക്കുകയായിരുന്നു. ഏതു തരത്തിലുള്ള പരിക്കാണ് ഇയാൾക്ക് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇയാൾക്ക് MRI സ്കാനിംഗ് മുറിയിലേക്ക് കയറാൻ കഴിഞ്ഞതെന്നും വ്യക്തമല്ല. ഈ അമ്മയ്ക്കിരിക്കട്ടെ കേരള പോലീസിന്റെ സല്യൂട്ട്. റോഡ് എത്ര നന്നായാലും അതിലൂടെ വണ്ടി ഓടിക്കുന്നവരുടെ സ്വഭാവം പോലെ ഇരിക്കും എല്ലാം. സംസ്ഥാനത്ത് വാഹന അപകടങ്ങളുടെ കാരണം റോഡ് മോശമായതുകൊണ്ടാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്നാൽ എത്ര നല്ല റോഡാണെങ്കിലും വണ്ടി ഓടിക്കുന്നവർ ശരിയായ രീതിയിൽ ഓടിച്ചില്ലെങ്കിൽ അപകടമുണ്ടാകും. AI ക്യാമറകളും മറ്റും വന്നതോടെ റോഡിലിറങ്ങിയുള്ള അഭ്യാസവും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനവും കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് നോക്കിയാൽ റോഡിലൂടെ പോകുന്ന ഇരുചക്ര വാഹനങ്ങളിലുള്ള എല്ലാ തലകളിലും ഹെൽമറ്റ് കാണാം. അതിപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും. എന്നിരുന്നാലും പലപ്പോഴും ഉണ്ടാകുന്ന വാഹന അപകടങ്ങളിൽ ഏറെയും പരിക്കുപറ്റുക കുഞ്ഞുങ്ങൾക്കായിരിക്കും. ഇവിടെ ഇതാ കേരള പോലീസ് പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിന്റെ സുരക്ഷയ്ക്കായി ഹെൽമറ്റ് മാത്രമല്ല സുരക്ഷാ ബെൽറ്റും ധരിപ്പിച്ച അമ്മയെയാണ് വീഡിയോയിൽ കാണുന്നത്. അമ്മമാർക്കറിയാം മക്കളുടെ സുരക്ഷ. കുട്ടിയുടെ സുരക്ഷിതത്വത്തിനായി ഹെൽമറ്റിനൊപ്പം സുരക്ഷാ ബെൽറ്റും ധരിപ്പിച്ച ഈ അമ്മയ്ക്ക് സല്യൂട്ട് എന്ന അടിക്കുറിപ്പിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കായിക ലോകം. ഇന്ത്യൻ താരത്തെ പിന്തുണച്ച് ഹുസൈൻ. 3ാം ടെസ്റ്റിലെ അഗ്രസീവായ സമീപനത്തിന്റെയും എതിർ താരത്തെ തോൾ കൊണ്ട് ഇടിച്ചതിന്റെയും പേരിൽ ശിക്ഷിക്കപ്പെട്ട ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിന് മുൻ ഇംഗ്ലണ്ട് നായകൻ നാസർ ഹുസൈന്റെ പിന്തുണ. ICC പിഴ ചുമത്താൻ മാത്രം എന്തു വലിയ തെറ്റാണ് സിറാജ് ചെയ്തതെന്നാണ് അദ്ദേഹം തുറന്നടിക്കുന്നത്. കളിക്കളത്തിൽ 22 റോബോട്ടുകളെ അല്ല ആവശ്യമെന്നും ഹുസൈൻ ചൂണ്ടിക്കാട്ടി. 2ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ഓപ്പണർ ബെൻ ഡക്കറ്റ് പുറത്തായി മടങ്ങവേ അദ്ദേഹത്തിന് അരികിലേക്ക് വന്ന് ആഹ്ലാദ പ്രകടനം നടത്തുകയും തോളിൽ ഇടിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് സിറാജിന് ICC പിഴ ചുമത്തിയത്. ഈ സംഭവത്തിലെ യഥാർത്ഥ തെറ്റുകാരനായ ഡക്കറ്റ് ആവട്ടെ ശിക്ഷയൊന്നുമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. വെള്ളക്കടല കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ.
ആരോഗ്യ ഗുണങ്ങളിൽ മികച്ചതാണ് വെള്ളക്കടല. ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം, അയൺ, സിങ്ക്, മാംഗനീസ്, കാൽസ്യം, പ്രോട്ടീൻ, വിറ്റാമിൻ കെ, വിറ്റാമിൻ സി നാരുകൾ എന്നിവയ്ക്ക് പുറമെ ധാരാളം ആന്റി ഓക്സിഡന്റുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. അസ്ഥി സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിച്ച് അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വെള്ളക്കടല ഫലപ്രദമാണ്. നാരുകളുടെ സാന്നിധ്യം ധാരാളമുള്ളതിനാൽ ദഹനം സുഗമമാക്കി കൊളസ്ട്രോളിനെ പ്രതിരോധിക്കാനും കഴിവുണ്ട്. വെള്ളക്കടല സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മുടികൊഴിച്ചിൽ തടഞ്ഞ് മുടിയുടെ വളർച്ച ഉറപ്പാക്കുന്നു. കാൽസ്യത്തിന്റെ കലവറയായതിനാലും തലച്ചോറിന്റെ വികാസത്തിന് സഹായിക്കുന്നതിനാലും കുട്ടികളുടെ പതിവ് ഭക്ഷണത്തിൽ വെള്ളക്കടല ഉൾപ്പെടുത്താം. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.